നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 7/5/2026 വ്യാഴാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ റബ്ബർ വില ഇന്നും കുതിച്ച് കയറിയിരിക്കുകയാണ്. നമ്മുടെ കർഷകർക്ക് വളരെയേറെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വലിയ വർധനവ് ഇല്ലെങ്കിലും ഇന്ന് വലിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. വിദേശ വിലയും വൻ കുതിച്ചുകയറ്റത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 300-ലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു റബ്ബർ വില. എന്നാൽ കർണാടകയിൽ ഇന്നലെ വില കയറിയെങ്കിലും ഇന്ന് വലിയ കയറ്റമില്ല. ഇന്ന് എനിക്കും വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. കാരണം നിലമ്പൂർ ഭാഗത്ത് നല്ല മഴ കിട്ടിയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ നിലമ്പൂർ ഭാഗത്ത് ഇതേവരെ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളോട് പലരും കമൻറ്റിലൂടെ പറഞ്ഞു നിലമ്പൂർ ഭാഗത്ത് ചൂട് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 7 ദിവസത്തിനുള്ളിൽ മഴ പെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ മഴ കിട്ടിയിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും സ്ഥലത്ത് മഴ കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇന്നലെ കൊല്ലം ജില്ലയിൽ ഏകദേശം 1.5 മണിക്കൂർ കനത്ത മഴയാണ് പെയ്തത്. അപ്പോൾ കൊല്ലം ജില്ലയ്ക്ക് നല്ല മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടിരുന്നു വളം ഇടുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ പറഞ്ഞു ഫാക്ടംബോസും പൊട്ടാഷും ഇട്ട് കഴിഞ്ഞാൽ പാൽ കൂടുതൽ കിട്ടുമെന്നും. ശരിയാണ്, ഫാക്ടംബോസും പൊട്ടാഷും ഇട്ട് കഴിഞ്ഞാൽ പാൽ കൂടുതൽ കിട്ടും. പക്ഷേ പിന്നീട് പാൽ കുറയാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഈ വളം ഇടുന്ന സമയത്ത് നല്ല പാലായിരിക്കും. അപ്പോൾ മുറിക്കാനൊക്കെ നിർത്തിയിരിക്കുന്ന മരമാണെങ്കിൽ നമുക്ക് ആ വളം ഇടുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ മിച്ചർ വളം തന്നെയാണ് റബ്ബറിന് നല്ലത്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 252 രൂപ. RSS-5 1 കിലോയ്ക്ക് 248 രൂപ. ISNA20 1 കിലോയ്ക്ക് 208 രൂപ. ലാറ്റക്സ് 60% 161 രൂപ 70 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 1 കിലോയ്ക്ക് 252 രൂപ. RSS-5 1 കിലോയ്ക്ക് 248 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 243 രൂപ. ലോട്ട് 1 കിലോയ്ക്ക് 205 രൂപ മുതൽ 210 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 155 രൂപ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 116 രൂപ 25 പൈസ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS-3 1 കിലോയ്ക്ക് 247 രൂപ 50 പൈസ. 4-ന് 247 രൂപ. 5-ന് 242 രൂപ. ലോട്ടിന് 212 രൂപ. ഒട്ടുപാൽ 150 രൂപ വരെയും. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS-1 1 കിലോയ്ക്ക് 283 രൂപ 17 പൈസ. RSS-2 1 കിലോയ്ക്ക് 281 രൂപ 43 പൈസ. RSS-3 1 കിലോയ്ക്ക് 279 രൂപ 82 പൈസ. RSS-4 1 കിലോയ്ക്ക് 278 രൂപ 95 പൈസ. RSS-5 1 കിലോയ്ക്ക് 278 രൂപ 51 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 220 രൂപ. ഫാക്ടറി വില 230 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 11,000 രൂപ. 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 13,200 രൂപ. 35% DRC ഉള്ളതിന് 15,400 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 244 രൂപ. RSS-5 1 കിലോയ്ക്ക് 240 രൂപ. ISS 1 കിലോയ്ക്ക് 201 രൂപ മുതൽ 201 രൂപ 50 പൈസ വരെയും. ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 136 രൂപ മുതൽ 148 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS-4-നും 5-നും ISNA20-ക്കും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലൂസിൻ്റെ വിലയിൽ 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ലാറ്റക്സ് 60% 1 രൂപ 10 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS-4-നും 5-നും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വിലയിൽ വൻ കുതിച്ചുകയറ്റമാണ് നടന്നിരിക്കുന്നത്. അതായത് 300 രൂപയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. RSS-1-ന് 283 രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ വിദേശ വില കൂടുന്നതനുസരിച്ച് നമ്മുടെ കേരളത്തിലും വില വർദ്ധിക്കാനാണ് സാധ്യത. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. നിങ്ങളുടെ നാട്ടിലൊക്കെ റബ്ബർ ടാപ്പിംഗ് ആരംഭിച്ചോ? അപ്പോൾ നമുക്ക് ഈ വില കൂടി നിൽക്കുന്ന സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഈ വർഷം കാലവർഷം നേരത്തെ ഉണ്ടെന്നാണ് അറിവ്. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം. കുരുമുളക് ഗാർബിൾ 1 കിലോയ്ക്ക് 718 രൂപ. കുരുമുളക് അൺഗാർബിൾ 1 കിലോയ്ക്ക് 698 രൂപ. കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 688 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.